പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലമായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. യഹോവ രക്ഷയായി തീർന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് രക്ഷ എന്നത് ഭൗതികവും ആത്മീയവുമായ വിടുതലിനെ ആസ്പദമാക്കിയാണ് പഴയ നിയമത്തിൽ പറയുന്നത്. ദൈവം തൻ്റെ ഭക്തന്മാരെ ശത്രുക്കളിൽ നിന്നും ദുഷ്ടന്മാരുടെ കെണികളിൽ നിന്നും രക്ഷിക്കുന്നു. ആത്മീയമായി പാപം മോചിച്ചും സന്തോഷവും സമാധാനവും നൽകിയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയും ദൈവം രക്ഷിക്കുന്നു. രക്ഷ ദൈവത്തിൻ്റെതും ദൈവത്തിൽ നിന്നുള്ളതുമാണ്. മോശ രക്ഷയെക്കുറിച്ച് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പുറപ്പാട് പുസ്തകം 14-13 വാക്യം. പുതിയ നിയമം നാം നോക്കുകയാണെങ്കിൽ രക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്നും അധികാരത്തിൽ നിന്നുള്ള വിടുതലാണ്. ശിശുവായ യേശുവിനെ കയ്യിൽ വഹിച്ചുകൊണ്ട് ശിമ്യോൻ പറഞ്ഞു, നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ലൂക്കോസ് സുവിശേഷം 2-31 വാക്യം. രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതായത് രക്ഷയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾപ്പെടുന്നു. പിതാവാണ് രക്ഷ വിധിക്കുന്നത്, പുത്രൻ അതിൽ ലഭിക്കുകയും പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ എത്തിക്കുകയും ചെയ്യുന്നു. രക്ഷയുടെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ ക്രൂശ് മരണവും രക്ഷയുടെ ഉപാധി വിശ്വാസവും വിശ്വാസത്തിന്റെ വിഷയം ദൈവവും. നോക്കൂ, രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണ്. എബ്രായർക്ക് ലേഖനം 9:22 പറഞ്ഞിരിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നതാണ് ദൈവത്തിന്റെ നിയമം. എബ്രായർ 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മോശ ഇസ്രായേൽ മക്കളും യഹോവയും കുറിച്ച് പാടിയതാണ് നാം കുറിവാക്യമായിട്ട് പറഞ്ഞ വാക്യം. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. നോക്കൂ, ചെങ്കടലിൽ നിന്ന് ദൈവം തൻ്റെ ജനങ്ങളെ രക്ഷിച്ചതിൻ്റെ വിജയത്തിൻ്റെ ആഘോഷങ്ങളോട് കൂടിയാണ് ഈ ഗാനം പാടിയത്. ഇത് രക്ഷയുടെ സന്തോഷവും വിശ്വസ്തതയും ദൈവമഹത്വവും വെളിപ്പെടുത്തുന്നതാണ്. പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ പാട്ടുപാടാറുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ആ രക്ഷയുടെ വിടുതൽ അനുഭവിച്ചപ്പോൾ ദൈവമേ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പാട്ടുപാടുവാനിടയായിത്തീർന്നു. നമുക്ക് നോക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-2-3 വാക്യങ്ങൾ. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഗ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. നോക്കൂ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവും സമരിയാക്കാരത്തിയുമായിട്ടുള്ള ആ സംഭാഷണം നമുക്ക് പറഞ്ഞത് കാണും. അത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. പ്രിയ മക്കളെ, നോക്കൂ, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും. ഇന്ന് ആരോടാണ് എന്താണ് ചോദിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഹല്ലേലൂയ എവിടെ ചെന്നാലും ഇന്ന് വിടുതലാണ് അനുഭവിക്കുന്നത്. അത് ലഭിക്കും, ഇത് ലഭിക്കും, നിന്നെ വാലല്ല തലയാക്കും എന്നൊക്കെയാണ് പറയുന്നത്. സത്യമായിട്ടുള്ളത് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ ആ ഹൃദയത്തെ തന്നെ കുരുടാക്കി ഹല്ലേലൂയ ആ രീതിയിൽ ഇന്നത്തെ ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ എവിടെയും വിടുതലാന്ന് പറഞ്ഞ് ജനങ്ങളെ കൂട്ടിവരുത്തിട്ട് വേണ്ടാത്ത ഹല്ലേലൂയ ദുഷ്ടചിന്തകളിലെ ഹല്ലേലൂയ പൈശാചികമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
സങ്കീർത്തനം 12:1 നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പ്രിയ മക്കളെ, നോക്കൂ, ഇന്ന് വിശ്വസ്തതയ്ക്ക് എത്രമാത്രം പങ്കാണുള്ളത്. ഓരോരുത്തരും ഇതൊന്ന് വിലയിരുത്തി നോക്ക്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യപുത്രന്മാർ, ഹല്ലേലൂയ, വിശ്വസ്തന്മാരിൽ, ഹല്ലേലൂയ, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശ്വസ്തന്മാർ കുറയുകയാണ്. വിശ്വസ്തന്മാർ ഇല്ല. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ച് കാര്യമൊന്നും പറയാൻ പറ്റുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:14 പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം, നോക്കൂ, അവന് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്ക്. കർത്താപ്പച്ചൻ്റെ സന്നിധിച്ചല്ലേ കർത്താപ്പച്ചൻ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്ക്. അതിന്മേൽ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ തീരും. അത് നീരുറവയായി തീരും. നിത്യജീവങ്കിലേക്കുള്ള പൊങ്ങി വരുന്ന നീരുറവ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ക്രിസ്തു നൽകുന്ന വെള്ളം ആത്മീയ ജീവനാണ്. ഇതിനെ ഓഹരിക്കാരാകണമെങ്കിൽ അത് കുടിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ 7:37 പറയുന്നു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. നോക്കൂ, ദാഹിക്കുന്നവരാണ് കുടിക്കുന്നത്. ദൈവവചനത്തോടുള്ള ഒരു നല്ല ദാഹം ഇന്ന് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8:11 പറയുന്നു, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഇന്ന് ആത്മീകമായും വിശപ്പും ദാഹവും എല്ലാവരും മാറ്റിവെച്ചിട്ട് ഭൗതിക ശരീരത്തിനുള്ള ആ വിശപ്പിനും ദാഹത്തിനും വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. ഇന്ന് ഹല്ലേലൂയ, അതിനു വേണ്ടിയാണ് ഓരോരുത്തരും ചിന്തിച്ച് നടക്കുന്നത്. ഇന്നത്തെ ജീവിതം ഇന്ന് എനിക്ക് എങ്ങനെ ആയിത്തീരും, ഇന്നെങ്ങനെ എൻ്റെ ഹല്ലേലൂയ ആഹാരവും എൻ്റെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും നടത്തുമെന്ന്. പക്ഷേ ആത്മീയത്തിൽ നമ്മളെ ഹല്ലേലൂയ വളരെ കുറഞ്ഞ നിലയിലായിത്തീരുകയാണ്, താഴേക്ക് വന്നിരിക്കുകയാണ്. ആത്മീയത്തിന് ആരും പങ്കു കൊടുക്കുന്നില്ല. പ്രിയ മക്കളെ, ആത്മീയത്തിൽ നമ്മൾ പിറകോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യതകൾ കൂടിക്കൊണ്ടേ വരത്തുള്ളൂ. നമ്മൾ ആത്മീയത്തിൽ മുന്നേറണം. കർത്താവിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് അധ്വാനിക്കുന്നവരായി തീരണം. ഇവിടെ പറഞ്ഞ ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുവിന്റെ സന്നിധി കടന്നു വരണം. പ്രിയരെ, കർത്താവിന്റെ നാളുകൾ അടുത്തു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓടിയതും അധ്വാനിച്ചതും വൃഥാവെന്ന് വരാതിരിക്കുവാൻ വിശ്വസ്തയോടെ ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നിലകൊള്ളുന്നവരായിരിക്കണം. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ഇന്ന് മറ്റുള്ളവർ കർത്താവിന്റെ സന്നിധി വരുവാൻ മടിക്കുന്നു. എന്തുകൊണ്ട്? ദൈവസന്നിധി നാം എത്ര വിശ്വസ്തത കാണിക്കുന്നു. പ്രിയ മക്കളെ, മറ്റുള്ളവർ നോക്കുന്നത് ഹല്ലേലൂയ ദൈവമക്കളെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ എങ്ങനെ, ഇവരെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് നമ്മൾ മാതൃകയുള്ള ജീവിതമാണോ നയിക്കുന്നത്? കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മൾ കുറിവാക്യം പറഞ്ഞു, എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. രക്ഷകനായ യഹോവയിൽ ആശ്രയം വെച്ച് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ആ നിത്യമായ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കാൻ പോയിരിക്കുമ്പോൾ ആ ഭവനത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രിയ മക്കളെ, എത്ര പേരാണ് ഇന്നത്തെ വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. വിശ്വസ്തയോടെയാണോ കർത്താവിന്റെ സന്നിധി ആയിത്തീർന്നിരിക്കുന്നത്? ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം. നമ്മുടെ രക്ഷയായി ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നേറണം. യെശയ്യാ പ്രവാചകൻ രക്ഷയുടെ ഉറപ്പ് തന്നിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ആത്മീയമായിട്ടുള്ള ആ ഹല്ലേലൂയ വെള്ളം കുടിച്ച് നമ്മുടെ ദാഹം തീർത്ത് നമുക്ക് മുന്നേറാം. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ആ രക്ഷകനായ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിൽ തമ്മിൽ ഹല്ലേലൂയ ഓരോരുത്തരെ ഏൽപ്പിക്കാം. ഇന്നത്തെ വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. വരുമ്പോൾ അതിന് നമ്മളും ഓഹരിക്കാരായി തീരണം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബീനുവജു, മുംബൈ. ഹല്ലേലൂയ.